നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. പേപ്പർ 2 സെക്ഷൻ എ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. പേപ്പർ 2 സെക്ഷൻ എ. ഇതിൽ ബിസിനസ് ലോസിൽ ഏതൊക്കെ ആക്ടുകളാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യും. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കവർ ചെയ്യും. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് കവർ ചെയ്യും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട്. അപ്പോൾ ഈ 60 മാർക്കിന് ഇത് ഞാൻ പറഞ്ഞുതരാം. 60 മാർക്കാണ് ഈ പേപ്പറിനുള്ളത്. ഈ 60 മാർക്ക് ഈ 5 ആക്ടിൽ നിന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇനി ഇതിന് നമുക്കൊരു ചെറിയൊരു സ്പ്ലിറ്റ് ഒന്ന് നോക്കാം. ഇത് എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് വരുന്നതെന്നുള്ളത്. ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അതായത് കോൺട്രാക്ട് ആക്ടിൽ ഏകദേശം ഒരു 25 to 35% മാർക്കാണ് അതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. സെയിൽ ഓഫ് ഗുഡ്സിൽ 20 to 25%, പാർട്ട്ണർഷിപ്പ് ആക്ടിൽ 20 to 25%, LLPയിൽ ഒരു 5 മുതൽ 10% വരെ, കമ്പനീസ് ആക്ടിൽ 15 to 20%. എൻ്റെ ഇതിൽ റോളെന്ന് പറയുന്നത് നിങ്ങളെ ബിസിനസ് ലോസിൽ കമ്പനീസ് ആക്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് കമ്പനീസ് ആക്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് ഇത് ചെയ്യാവുന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്സ് നമുക്ക് മേടിച്ചെടുക്കണം. ഇനി കമ്പനീസ് ആക്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? നാളെ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ കുറെ പേര് നാളെ CA ക്വാളിഫൈ ചെയ്തിട്ട് സം ഓഫ് യു മൈറ്റ് ഗോ ടു പ്രാക്ടീസ്, സം ഓഫ് യു മൈറ്റ് ഗോ ടു ഇൻ ദ ഇൻഡസ്ട്രി. എവിടെ ചെന്നാലും നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് കൂടിയേ തീരും. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതും ഇപ്പം യൂസ് ചെയ്യുന്നതും കമ്പനീസ് ആക്ട് 2013 ആണ്. പക്ഷെ ഇതിനു മുമ്പ് ഒരു ആക്ട് ഉണ്ടായിരുന്നു, കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് 1956. ഇപ്പൊ ഞങ്ങളൊക്കെ ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ കമ്പനീസ് ആക്ട് 1956 പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കുറെ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നത്. അപ്പൊ ഈ കമ്പനീസ് ആക്ട് 2013 എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്നൊക്കെയുള്ളത് നമുക്ക് അങ്ങോട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒരു കമ്പനീസ് ആക്ട് 1850 ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ അമെൻമെന്റ്സ് വന്നു. ഇതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കമ്പനീസ് ആക്ട് 1956 ആണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നു. ഇനി ഇതിന്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് നമുക്കൊന്ന് നോക്കാം. ഈ കമ്പനീസ് ആക്ടില് ഒരു 29 ചാപ്റ്റേഴ്സും 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസും ഉണ്ട്. അപ്പൊ അതായത് ഈ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. 29 ചാപ്റ്റർ ആയിട്ടും 470 സെക്ഷൻസും ഉണ്ട്. അതിൻ്റെ അകത്ത് 7 ഷെഡ്യൂൾസും ഉണ്ട്. ഇതൊന്നും കേട്ടിട്ട് തൽക്കാലം നിങ്ങൾ പേടിക്കേണ്ട. കാര്യം ഇതിൽ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്നുള്ളൂ. ഇനി നമുക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമുക്കൊരു കഥയൊന്ന് കേട്ട് നോക്കാം. ഈ സ്ക്രീനിൽ ഒരു ചങ്ങാതിയെ കാണാവോ? അപ്പൊ ഈ ചങ്ങാതിയുടെ പേരാണ് മിസ്റ്റർ മക്കൗറ. എന്താ പുള്ളിയുടെ പേര്? മിസ്റ്റർ മക്കൗറ. ഈ മക്കൗറ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൗറ ഈസ് ദ ഓണർ ഓഫ് നിയർലി ഓൾ ഷെയർസ് എക്സെപ്റ്റ് വൺ ഓഫ് എ ടിംബർ കമ്പനി. ടിംബർ എന്താണെന്ന് അറിയാലോ? മുകളിലത്തെ പടം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അല്ലെ? അതായത് ഈ തടി ഒക്കെ ഉള്ള ഒരു കമ്പനിയുടെ ഓണർ ആയിരുന്നു മിസ്റ്റർ മക്കൗറ. ക്ലിയർ ആയല്ലോ? ഈ മക്കൗറ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, മക്കൗറയ്ക്ക് എന്ത് വേണമെന്ന് അറിയാം? മക്കൗറയ്ക്ക് എപ്പോഴും തടി കമ്പനിയല്ലേ, അപ്പം അത് തീ പിടിക്കാനും ഒക്കെയുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയി. ആ ഇൻഷുറൻസ് കമ്പനിയുടെ പേരാണ് നോർത്തേൺ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. നോർത്തേൺ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. പുള്ളി അവിടെ ചെന്നിട്ട് ആ ഇരിക്കുന്ന ചേച്ചിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇൻഷുറൻസിന്റെ പോളിസിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്കിങ്ങനെ ഇൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഈ ടിംബർ ഇൻഷുർ ചെയ്തു. He insured the timber in his personal name. Point to be noted. ടിംബർ ഓൺ ചെയ്യുന്ന ആരായിരുന്നു? ടിംബർ ഓൺ ചെയ്യുന്ന ആരാ? ആ ടിംബർ കമ്പനിയാ. ഈ ചങ്ങാതി ചെന്നിട്ട് ഇത് ഇൻഷുർ ചെയ്തത് അയാളുടെ പേഴ്സണൽ പേരിൽ ഇൻഷുർ ചെയ്തു. Timber was lost in fire.
നിങ്ങൾ അവിടെ ഫയറും കാണുന്നുണ്ട്, അയാൾ ടിമ്പറൊക്കെ കത്തിപ്പോകുന്നു നിങ്ങൾക്ക് ആ പടത്തിൽ കാണാം. ശരി, ടിമ്പറൊക്കെ കത്തിപ്പോയി. മിസ്റ്റർ മക്കൗറ വീണ്ടും തിരിച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ടിമ്പറൊക്കെ കത്തിപ്പോയി, സഹായിക്കണം, ഇൻഷുറൻസ് ക്ലെയിം തരണം എന്ന് പറഞ്ഞു. ഇൻഷുറൻസുകാർ കുറെ ആ പടത്തിൽ കാണുന്ന പോലെ കുറെ നേരം കൂടി ഒന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തു. അവർ പറഞ്ഞു, വി ആർ നോട്ട് ലയബിൾ ടു പേ. എന്തു പറഞ്ഞു? വി ആർ നോട്ട് ലയബിൾ ടു പേ. അവരങ്ങനെയല്ലേ പറയത്തുള്ളൂ അല്ലെ? ശരി, അപ്പം വഴക്കും വക്കാണമൊക്കെ ആയി. അവര് കോർട്ടിൽ പോയി. കോർട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഇരിക്കുന്ന ജഡ്ജ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, പുള്ളി പറഞ്ഞു, നോ ഷെയർ ഹോൾഡർ ഹാസ് എനി റൈറ്റ് ടു എനി ഐറ്റം ഓർ പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ കമ്പനി ഫോർ ഹി ഹാസ് നോ ലീഗൽ ഇൻട്രസ്റ്റ് therein. എന്തു പറഞ്ഞു? ഒരു ഷെയർ ഹോൾഡറിനും കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഇല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണമായിരുന്നു? ടിമ്പർ കമ്പനിയുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ല എളുപ്പമല്ലേ, നാളെ എവിടെയെങ്കിലും ഇരിക്കണ ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ ഞാൻ പോയി ഇൻഷുറൻസ് എടുത്തു, അവിടെ എന്നിട്ട് ഞാൻ തന്നെ സൈഡിൽ കൂടെ പോയി തീയിട്ടിട്ട് പറയുവാണ്, സാറേ അവിടെ തീയായി, എനിക്ക് അതിന്റെ ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ? അപ്പൊ ഈ കഥ വളരെ ക്ലിയർലി മനസ്സിലായോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇവിടെ കമ്പനി ലോയിൽ കേസ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കേസ് ലോസ്. അപ്പൊ ഈ കേസ് ലോയുടെ പേരാണ് മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. ഒന്ന് നോട്ട് ചെയ്തേ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്തേ, മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ നാളെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റില് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഈ കോൺസെപ്റ്റും വളരെ ക്ലിയർലി പറഞ്ഞിട്ട് നിങ്ങൾ ഈ കേസ് ലോ കൂടെ അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി അത് മാത്രമല്ല, ആ കേസ് ലോ ഇപ്പൊ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ആൻസർ തുടങ്ങാനായിട്ട്. നമ്മുടെ ഫൗണ്ടേഷന്റെ ലോയുടെ ഒരു സ്ക്രീൻഷോട്ട് എക്സാം ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് സാധനം കിട്ടുന്നു. നമ്മളൊരു മിനിറ്റ് അല്ല 30 സെക്കൻഡ് കണ്ണടച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു. അവിടെ മേളിൽ റോൾ നമ്പർ എഴുതുന്നു, പിന്നെ ഒരു എഴുത്ത് നമ്മളങ്ങ് എഴുതും അല്ലേ. ഞാൻ പറഞ്ഞു 60 മാർക്കാണത്. ലോ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ എഴുതി പിടിപ്പിക്കുക അല്ലേ. നമ്മൾ ഒരു 4 മാസം പഠിച്ച കാര്യങ്ങൾ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതാൻ പോവുക. വി ആർ ഗോയിങ് ടു റൈറ്റ് ദെയർ. അപ്പോൾ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഹാസ് ടു ബി ലെജിബിൾ, ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ. കാര്യം എക്സാം ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു CA ഫൗണ്ടേഷൻ, ഇത് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു എക്സാമാണ്. ഇതൊരു എൻട്രൻസാണ്, ഇതൊരു കടമ്പയാണ്. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഹാസ് ടു ബി വെരി ക്ലിയർ, വെരി ലെജിബിൾ. കാര്യം അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആവത്തില്ല നമ്മൾ എന്താ എഴുതിയേക്കുന്നതെന്നും എന്താ മനസ്സിലാക്കിയേക്കുന്നതെന്നും. അപ്പോൾ എങ്ങനെ എക്സാമിന് എഴുതണം, എവിടേക്കാണ് എംഫസൈസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, എവിടേക്കാണ് ഇൻവേർട്ടഡ് കോമേഴ്സിൽ വരേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കമ്പനി ലോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇമേജ് എന്താ? ഇത് ഇമേജ് കണ്ടിട്ട് എന്ത് പറയണം? സാറേ തുണി പൊക്കി നോക്കാമെന്നൊന്നും എന്നോട് പറയരുത്. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറ്റിയതാ, അതുകൊണ്ടാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കോർപ്പറേറ്റ് വീല് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ ദൃശ്യത്തിൻ്റെയൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് പോലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതാ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉള്ള അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബൈബിൾ, അത് നമ്മുടെ ഖുറാൻ, അത് നമ്മുടെ ഗീത. ഇനി ഇത് തീരുന്നത് വരെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഞാൻ പഠിപ്പിച്ച ഇത്രയും പോർഷൻസ് ഒരു 2-3 പ്രാവശ്യം വായിച്ചു വെക്കുക.
ഒരെണ്ണം നാളെ വായിക്കുക, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുക, അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. എത്ര പ്രാവശ്യം വായിക്കും? 3 പ്രാവശ്യം വായിച്ചിട്ടേ നിങ്ങൾ ക്ലാസ്. അപ്പൊ എന്ത് ചെയ്തു? ഒന്ന്, സേ യെസ് ടു പ്ലാനിങ്. പക്കയായിട്ട് പ്ലാൻ ചെയ്തു. നാളെ മുതൽ നേരത്തെ ഞാൻ പറയുന്നു, എൻ്റെ കോൺഫിഡൻസ്, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ ജയിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നല്ല ഫേമിൽ കയറി P1 കഴിഞ്ഞിട്ട് ആർട്ടിക്കൽ ഷിപ്പിംഗ് അങ്ങനെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ CA ക്വാളിഫൈ ചെയ്ത് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിന്റെ ഫ്രണ്ടിൽ CA അജിത് ആന്നി, CA അന്ന, CA യുന്ന, CA രാധിക, CA ശ്രീലക്ഷ്മി, ഇവിടെയുള്ള എല്ലാവരുടെയും പേരിന്റെ ഫ്രണ്ടിൽ CA വരണം.